ഗൈസ്, നമ്മൾ ഇന്നൊരു എക്സിബിഷന് പോവാണ്. എവിടെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കോഴിക്കോട് ഫറൂഖിലാണ് ഇന്നത്തെ എക്സിബിഷൻ. കേറിയപ്പോ തന്നെ ഫുൾ ഒരു നീലമയ, ഒന്നും കാണില്ല, നല്ലപോലെ ഒരു ഉജാലയിൽ വീണ പോലെ. പിന്നെ അവിടെ നല്ലൊരു വീട്, ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാബിൽ എനിക്കും എന്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു വീട് എടുക്കണം എന്നാണ് ആഗ്രഹം. ജോയിക്കും അതേ ആഗ്രഹമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓളോ അത് കുറെ നേരം നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് കാടും തോടും പുഴയൊക്കെ ഞാൻ കണ്ട്. പിന്നെ അവിടെ നല്ലൊരു കാള. ജോയിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഓൾ അതിന്റെ അടുത്തേക്ക് പോണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടേനു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കുറെ മീനിന്റെ അടുത്തേക്കാ. നല്ല മഞ്ഞ മീനുകൾ, കണ്ണിന് നല്ല സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച. ഞാൻ സൂയി അതിനെ കുറെ നേരം വെറുപ്പിച്ചവിടെ നിന്നു. പിന്നെ നമ്മളൊരു നീല ഗുഹേന്റെ ഉള്ളിൽ കൂടെ നടന്ന് ഫുള്ള് മീന്, മുകളിലും താഴത്തും സൈഡിലും ഒക്കെ മീന്, നല്ല കുഞ്ഞു കുഞ്ഞു കളർഫുൾ മീനുകൾ. സത്യം പറഞ്ഞ ഒരു സ്കൂബ ഡൈവിങ്ങിന് പോയ മാതിരി ഉണ്ടേനു, അത്രയും മീനുകൾ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ശരിക്കും കടലിൽ വീണ മാതിരി തോന്നാം. പിന്നെ ഞാനും സൂയും ഈ കുറേ ഷാർക്കിനൊക്കെ നോക്കി നിന്ന്. കാണുന്നവര് വിചാരിക്കും നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്തോ ശാസ്ത്രീയപരമായി പറയാന്ന്. അല്ല, നമ്മളത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയതാണ്. പിന്നെ ഈ കാണുന്ന മീനുകളുണ്ടല്ലോ, എനിക്ക് ഐറ്റുകൾ അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഗൗരവക്കാര്, ഒന്നും നോക്കണമില്ല, ചിരിക്കണമില്ല, അങ്ങനെ അങ്ങ് ഒഴുകി പോകും. എന്റെ മോനെ, ഈ മീനൊക്കെ ഏതാ സൈസ്? ഇതിന്റെ അമ്മക്ക് കിട്ടിയമ്മ ഒരു 5 ദിവസമെങ്കിലും കറിയിച്ചു തിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആനിമൽ സെക്ഷനിലേക്കാ പോയത്. പോയപ്പോ തന്നെ ഒരാൾ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് കുണുങ്ങി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് മെയിൻ ആയിട്ട് വന്നതിന്റെ ലക്ഷ്യം ഒരു പാമ്പിനെ കാണാനാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു പാമ്പിനെ നേരിട്ട് കണ്ടില്ല. പിന്നെ 2 ഓന്ത് ഈ കൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓരോ ഞാൻ എത്ര വിളിച്ചിട്ട് മൈൻഡ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാനും ഫാരിസ്ക്കും പിണങ്ങി കിടക്കുന്ന ഒരു 2 പിണങ്ങി കിടക്കാന്ന. പിന്നെ കുറെ ഭംഗിയുള്ള തത്ത. ഇവിടെ വന്നപ്പോൾ ഞാൻ തത്ത ചുവപ്പും പച്ച നീലൊക്കെ ഉണ്ടെന്ന് കാണുന്നത്. ഏതായാലും കാണാൻ കുഴപ്പമില്ല. പിന്നെ നമ്മൾ കാണാൻ കൊച്ചാള് ഒരു കൈനും കൈമ്പോ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫാരിസ്ക കുറെ നിർബന്ധിച്ച് എന്റെ തോളത്ത് വെച്ചോന്ന്. പക്ഷെ എന്റെ ധൈര്യം കാരണം ഞാൻ അതിന് നിന്നില്ല. എന്നാൽ ഇവിടെ വരെ വന്നിട്ട് ഒന്നിനെ നമ്മൾ എടുക്കാണ്ട് പോകുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നല്ലൊരു പഞ്ചവർണ്ണ തത്തനെ തോളിൽ കയറ്റി. പേടിക്കുന്ന വേണ്ട കേട്ടോ ഗൈസ്, ഇതൊക്കെ വെറും അഭിനയം. പിന്നെ കുറച്ച് ഷോ ഓഫ് ഇട്ട് ഞാൻ. പിന്നെ ഇതൊരു കൊരങ്ങിന്. ഇതിനെ കണ്ടപ്പോ എനിക്ക് എന്റെ തന്നെ മോനെ ഓർമ്മ വന്ന്. തല കുത്തനെ നിൽക്കുന്ന, നേരെ നിൽക്കുന്ന, എന്തെല്ലോ കളിക്കണം. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു സാധനത്തിനെ കാണുന്നുണ്ടോ? ഞാനും കാണുന്നില്ല, പക്ഷെ വെയിറ്റ്, ഇപ്പം വരും. അതാ മക്കളെ വരുന്ന. ഇതിന്റെ വലിപ്പം കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ച്. പിന്നെ അക്കാക്ക് എന്നോട് പറഞ്ഞത് എന്നെ കൊണ്ടാന്ന്. കേട്ട മതി കേൾക്കാതെ മതി. ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ 3 മുഞ്ചുള്ള നല്ല എലികളെ കണ്ട്. നല്ല വെള്ള എലികൾ, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്റെ മോനെ, ഈ എക്സിബിഷനിൽ വേറെ എവിടെ ഇല്ലാത്ത തിരക്കേനു ഇവിടെ. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ എടുക്കണ ഒരു മത്സ്യകന്യക. പിന്നെ സൂയി ഞാനോളെ കുറെ നേരം അന്തം വിട്ടു നോക്കിയിരുന്നു. എന്നാലും എന്റെ സംശയം, ഇവളെങ്ങനെ വെള്ളത്തിന്റെ ഇടയിൽ ഇത്രയും നേരം ശ്വാസം പിടിച്ചു നിൽക്കുന്നത്? നമ്മളൊക്കെ പാട്ട വെള്ളം തലയിൽ വീത്തിയ ശ്വാസം പോണ ആൾക്കാരാണേ, അതുകൊണ്ട്. പിന്നെ വെള്ളത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഓള് പോസിറ്റ് തരാനൊന്നും മറക്കണില്ല. ഓളെ പോസിങ്ങൊക്കെ ഏതായാലും കൊള്ളാം, അടിപൊളി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്. ഫുള്ള് മിഠായി, നമ്മളെ പണ്ടത്തെ 90s മിഠായികൾ. കാണാൻ തന്നെ എന്ത് രസാ. പിന്നെ അവിടെ കുറെ കളിക്കുന്ന സാധനമുണ്ട്. ഈ സൂയിക്ക് കൊടുക്കുന്ന മുമ്പ് ഞാൻ കുറെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഓൾ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഇവള് പിന്നെ കൊണ്ടുവന്ന എന്തിനാന്നായിരിക്കും ഓള് ചിന്തിക്കുന്നത്. പിന്നെ ഓളെ വാപ്പയും കളിച്ച്. ആഹാ, അതുകൊണ്ട് കുഴപ്പമില്ല, കൂട്ടിന് ആളുണ്ടല്ലോ. പിന്നെ അത് അമ്മയും വാങ്ങുന്ന. സത്യം പറഞ്ഞാൽ ഈ സാധനത്തിൽ എങ്ങനെ കളിക്കില്ലെന്നുള്ളൊരു ടെക്നിക്ക് നമുക്ക് ആർക്കും മനസ്സിലാക്കിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയി കുറച്ച് പാനിപ്പൂരി അടിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ച് നമ്മൾ ഇവിടുന്ന് വിടാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.